ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവിയേട്ടനെയും കൊണ്ട് ചന്ദ്രയോട് പറയിച്ച് നോക്കാനായിട്ട് വക്കീൽ രേവതിയോടും സച്ചിയോടും പറയുന്നു. അപ്പോൾ അദ്ദേഹം സമ്മതിക്കില്ല എന്നുള്ള ഇതിൽ ഇവർ പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ, നിങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ട് അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം, നിങ്ങൾ ചെല്ല് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വക്കീൽ എന്നിട്ട് ഇവരെ പറഞ്ഞു വിടുക. അങ്ങനെ അവർ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ രവിയേട്ടൻ അവിടെ അങ്ങനെ ഇരുന്ന് പത്രം വായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛാ, ശരത്തിൻ്റെ പ്രശ്നം പോലീസ് ഭയങ്കര ഇതാക്കി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി എന്ന് അച്ഛനോട് പറയുമ്പോൾ പിന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തവനെ പോലീസ് അന്വേഷിക്കാതിരിക്കുമെന്ന് ഒരു ഇതുമില്ലാതെ അച്ഛൻ ഇങ്ങനെ രേവതിയോട് പറയുന്നു. തെറ്റ് ചെയ്താലേ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് സംസാരിക്കുക അച്ഛൻ. അത് കേട്ടപ്പം അച്ഛാ, അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് ജയിലിൽ പോയാൽ അവൻ്റെ ഭാവി എന്താകുമെന്ന് രേവതി ചോദിച്ചു. അത് ഓർക്കുമ്പോഴാണ് എനിക്കെന്നും പറഞ്ഞു രേവതി നിന്ന് ഇങ്ങനെ കരയുന്നു. അപ്പോൾ അതേ സുധി അങ്ങോട്ടേക്ക് വരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സുധി കേൾക്കും കേട്ടോ. ഞങ്ങൾ വക്കീലിനെ കണ്ടായിരുന്നു, ഇത് കേസാവാതെ നോക്കണം, കോടതിയിൽ വെച്ച് ഇത് കേസാകാതെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കണമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു സുധി ഇങ്ങനെ നിൽക്കുക. അമ്മ പരാതി പിൻവലിച്ച പോലീസ് കേസ് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. അച്ഛൻ ചെന്ന് അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് സച്ചി പറയാം, പരാതി പിൻവലിക്കാൻ ഒന്ന് പറ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സുധി ആഹോ എന്ന് പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അച്ഛാന്നും പറഞ്ഞ രേവതി ഇങ്ങനെ അച്ഛൻ്റെ കാല് പിടിച്ച് പറയുക കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ അനിയനായി പോയില്ലേ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് രേവതി സങ്കടപ്പെടുന്നത്. തെറ്റ് ചെയ്തു എന്ന് കരുതി എനിക്ക് അവനെ വലിച്ചെറിയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ രേവതി അച്ഛനോട് ചോദിക്കണേ. അപ്പോൾ സച്ചിയും ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അച്ഛാ, അമ്മയോടൊന്ന് സംസാരിക്കുക അച്ഛാന്നും പറഞ്ഞു. അപ്പോൾ അച്ഛനാണൊന്നും മിണ്ടുന്നില്ല. അച്ഛാ എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ ഇതൊരു നല്ല വിഷയമായിരുന്നെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു, ഇതിപ്പോൾ അങ്ങനൊരു വിഷയമല്ലല്ലോ. അച്ഛൻ പറയുന്നതെല്ലാം ശരിയായ കാര്യം തന്നെ എനിക്കറിയാം, ശരത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ലായിരുന്നു. അവനൊരു കള്ളനല്ലല്ലോ അച്ഛാ, കാശിന് വേണ്ടി അല്ലല്ലോ അവൻ അങ്ങനെ ചെയ്തതും, അമ്മയോടുള്ള ദേഷ്യത്തിന് അറിയാതെ ചെയ്തു പോയതല്ലേ അച്ഛാ. ഈ ജന്മത്ത് ഇനി അവൻ അങ്ങനെ ചെയ്യില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അച്ഛനോട് പറയണം. അപ്പോൾ പ്ലീസ് അച്ഛാ പ്ലീസ്. അപ്പോഴത്തേക്കും ആഹാ അച്ഛാ എന്നും പറഞ്ഞ് സുധി അങ്ങോട്ടേക്കുന്നു. അച്ഛാ, ഇവൻ പറയുന്നത് കേട്ട് അമ്മയോട് പരാതി പിൻവലിക്കാനൊന്നും പറയരുതെന്ന് പറഞ്ഞ സുധി ദേഷ്യം വന്ന് പറയുമ്പോൾ ഡാ നീ ഇതിൻ്റെ ഇടയിൽ കയറി വന്നേ, നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു സച്ചിൻ. ഞാൻ പറയടാ, ഞാൻ പറയും. എടാ അവനെ വെറുതെ വിടത്തില്ല അച്ഛാ, അവൻ ചെയ്തത് സാധാരണ കുറ്റമൊന്നുമല്ല, അവൻ റോബറിയാണ്, റോബറി എന്നും പറഞ്ഞുകൊണ്ട് സുധി വന്ന് ഇവരോട് പറയണു. അവനൊക്കെ ജയിലിൽ തന്നെയാണ് പോവേണ്ടത്, അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ കാശ് മോഷ്ടിച്ചു, ഇനി അവനെയൊക്കെ വെറുതെ വിട്ടാലേ അവൻ ഈ നാട് നീളം നടന്ന് കൊള്ളയടിക്കും, ഇങ്ങനെയുള്ളവനൊക്കെ ജയിലിൽ കിടക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി പരമ നിർത്തറാന്ന് പറഞ്ഞുകൊണ്ട് സച്ചു ഒച്ച വെച്ചു. ഞാൻ എൻ്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത്, മിണ്ടായിരിക്കാൻ നിനക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് സുധീരെ കുത്തിന് കയറി ചെന്ന് പിടിച്ചു സച്ചി. അപ്പോൾ സച്ചിയുടെ വീട് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വീട്ടിട്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്തൊക്കെ കാണണം ഞാനും ചോദിച്ചു. രവിയേട്ടൻ ദേഷ്യപ്പെടുക. നിനക്ക് അവനെ ജയിലിൽ പറഞ്ഞ് അയക്കണമല്ലേ എന്ന് ചോദിച്ചു. അപ്പം മറ്റുള്ളവർ ജയിലിൽ പോകുമ്പോൾ സന്തോഷിക്കുന്നവനാണല്ലോ നീ എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ നേരെ അവിടെ വെച്ച് പറയുക. അപ്പോഴത്തേക്കും ആ പഴയ കഥ നമ്മുടെ സച്ചി പൊടിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. രവിയേട്ടനും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാം. നീ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത് നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ സച്ചിന് ദേഷ്യപ്പെടാതെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവനെ ഓർമ്മിപ്പിക്കുക അച്ഛാ എന്ന് സച്ചി ഇങ്ങനെ പറയുമ്പോൾ സുധി പണ്ടത്തെ ആ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുക. അപ്പോഴത്തേക്ക് രേവതിക്ക് എന്തോ സംശയമേ. അപ്പോൾ ഇവൻ എന്തോ ഒരു വലിയ ചതി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പുറത്ത് വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുധിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. സുധി എന്നിട്ട് അവിടെ നിന്ന് തലയൂരി അങ്ങ് കയറിപ്പോയി. സുധി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അച്ഛാ ശരത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അച്ഛാ, അമ്മ കാരണമല്ലേ അച്ഛാ അവൻ അങ്ങനെ ചെയ്തതെന്ന് സച്ചി ചോദിച്ചു. നിരപരാധിയായ ഒരുത്തൻ്റെ പേരിൽ കുറ്റം ആരോപിച്ചാൽ അവൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും അച്ഛാ, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അച്ഛനും അത് മനസ്സിലാകുമല്ലോ എന്നും സച്ചി അച്ഛനോട് പറയുമ്പോൾ അച്ഛനൊന്നും മിണ്ടുന്നില്ല. അത് പറയുമ്പോൾ മാത്രം രവിയേട്ടൻ അനങ്ങുന്നില്ല. ശരത്ത് ഇനി ഇത് ആവർത്തിക്കില്ല അച്ഛാ, അവൻ പഠിച്ച് നല്ലൊരു ജോലി നേടി സ്വന്തം കുടുംബം നോക്കും, എനിക്കത് ഉറപ്പുണ്ടച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അച്ഛനോട് പറയുവാണ് താഴ്മയായിട്ട്. അച്ഛൻ പറയാറില്ലേ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് പണം കൊടുത്താൽ മതിയെന്ന്, എന്നാൽ ആ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. അതച്ഛൻ മറന്നുപോയി എന്നോട് പറഞ്ഞത്. ശരത്ത് ജയിലിൽ പോയാൽ രേവതിയും അവരുടെ അമ്മയും ഇത്രയും കഷ്ടപ്പെട്ട് പോയതൊക്കെ വെറുതെ ആവില്ലേ അച്ഛാ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നപ്പോൾ രേവതി നിന്നിങ്ങനെ ഭയങ്കര കരച്ചിൽ, ഒരു രക്ഷയില്ലാത്ത കരച്ചിൽ. ആ സമയത്ത് ചെറിയ പ്രായത്തിൽ ജയിലിൽ പോയ അവൻ്റെ ജീവിതം പിന്നെ എന്താകും അച്ഛാ എന്നൊക്കെ ചോദിച്ചു സച്ചി ഇങ്ങനെ പറയാം. അച്ഛാ അവന് വേണ്ടിയിട്ട് അച്ഛൻ അമ്മയോടൊന്നും സംസാരിക്കുക അച്ഛാ, അതിനുശേഷം അച്ഛൻ എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് കൊടുത്തോളൂ, പക്ഷേ അവന് ജയിലിലേക്ക് മാത്രം പറഞ്ഞയക്കല്ലേ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അച്ഛനോടും പറയാം. എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ അച്ഛനെയാണ് കാണുന്നത്, എന്നെ കൈവിടല്ലേ അച്ഛൻ ഞങ്ങളെ ഒഴിവാക്കിയാൽ
ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല അച്ഛാന്നൊക്കെ പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ യാചിക്കുക രവിയേട്ടൻ്റെ മുന്നിൽ. കയ്യും തിരുമ്മി ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഒരു അക്ഷരം പോലും അദ്ദേഹം മിണ്ടുന്നുമില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഭാമയെയും ചന്ദ്രമതിയെയും ആണ്. രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കും അവിടെ. അപ്പോൾ ഭാമ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നു. ചന്ദ്ര, രവിയേട്ടനെ നിനക്ക് ഓർമ്മ വന്നതാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു. ഓർമ്മ വരാൻ ഞാനെപ്പോഴും അദ്ദേഹത്തെ മറന്നിട്ടുള്ളത്, എപ്പോഴും അദ്ദേഹം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ചന്ദ്ര ഭാമയോട് പറയുമ്പോൾ എനിക്കറിയാം നിനക്ക് രവിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ എന്നൊക്കെ ഭാമ പറയുമ്പം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ 10-30 വർഷം ഒരുമിച്ച് ജീവിക്കാനൊക്കെ പറ്റുമോ എന്ന് ചന്ദ്ര ചോദിക്കുക. പിന്നെ എത്ര വഴക്കൂടി പിണങ്ങിയാലും കുറച്ച് കഴിഞ്ഞാൽ രവിയേട്ടൻ എന്നോട് വന്നും മിണ്ടുവെന്നും മക്കളെപ്പോലെ ഒന്നും അല്ലാന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തതേ അങ്ങോട്ടേക്ക് രവിയേട്ടൻ കയറി വരുന്നു. ഇത് ആരത്, രവിയേട്ടനോ എന്ന് ചോദിച്ചുകൊണ്ട് ഭാമ ചെന്ന് വാതിൽ പറഞ്ഞു. അകത്തേക്ക് വാ രവിയേട്ടൻ അകത്തേക്ക് കയറി വന്നു. അപ്പോഴത്തേക്കും ചന്ദ്രൻ എഴുന്നേറ്റ് ചെന്നു. ഒരു ചിരിയൊക്കെ ചിരിച്ച് അദ്ദേഹം അങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷേ ചന്ദ്ര മുഖത്ത് നോക്കുന്നില്ലേ, മുഖം ഇങ്ങനെ സൈഡിലേക്കും തിരിച്ചിങ്ങനെ നിൽക്കുക. എന്നെക്കുറിച്ച് സംസാരിക്കായിരുന്നു, രവിയെന്നെക്കുറിച്ച് സംസാരിക്കായിരുന്നു ഞങ്ങൾ എന്ന് ഭാമ ഇങ്ങനെ പറയുമ്പോൾ എന്നെക്കുറിച്ച് സംസാരിക്കുകയാണെന്നോ. അപ്പോൾ ഭാമയുടെ കൂട്ടുകാരി എന്നതുപോലെ എന്നെക്കുറിച്ച് മോശം പറയുമായിരുന്നോ എന്ന് ഭാമയോട് ചോദിച്ചു. അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്നേ, രവിയേട്ടൻ എന്ന ജീവനാണെന്നാ പറഞ്ഞതെന്ന് ഭാമ പറയുമ്പോൾ രവിയേട്ടൻ ഇങ്ങനെ ചന്ദ്രയെ ഒന്ന് നോക്കി. ചന്ദ്ര ഒരു നാണത്തോടുകൂടി രവിയേട്ടനെ നോക്കി. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് സുഖം തന്നെയാണെന്നും രവിയേട്ടനോ എന്ന് ചന്ദ്ര ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. നന്നായിട്ടൊക്കെ പോന്നു. അപ്പോൾ ഒന്നുമല്ല, നന്നായിട്ട് ക്ഷീണിച്ചു. ആഹാരമൊന്നും എന്താ അവിടെ ആരും തരുന്നില്ലേ, എന്നെക്കുറിച്ച് ഇത്ര ആദ്യം ഉണ്ടായിട്ടാണല്ലോ ഭാഗം തൂക്കി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് രവിയേട്ടൻ ചോദിക്കുമ്പം അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടെന്ന് അറിയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുക. പക്ഷേ രവിയേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്നും പറഞ്ഞിങ്ങനെ കുറേ കാലം പിരിഞ്ഞിരിക്കുന്നത് പോലെ രണ്ടുപേരുടെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എന്ന് ഭാമ. രവിയേട്ടാ ഞാൻ ചായ എടുക്കാട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട ഭാമേ, അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇന്ന് കടയിൽ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ എന്നിട്ട് അവിടുന്ന് അങ്ങ് പോവുകയും ചെയ്തു. ഭാമ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ താനോട് ഇരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ. എന്നിട്ട് ചന്ദ്ര പിന്നെ രവിയേട്ടൻ്റെ അടുത്ത് നിന്ന് ഇരിക്കുവാണ്. പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. രവിയേട്ടൻ എന്തിനാ വന്നേ, എന്നെ വീട്ടിൽ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതാണോ എന്നിങ്ങനെ ചന്ദ്ര രവിയേട്ടനോട് ചോദിക്കുമ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന് രവിയേട്ടൻ അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. ചന്ദ്രയുടെ സ്വന്തം ഇഷ്ടത്തിന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേന്ന്, അതുകൊണ്ട് തനിക്ക് തോന്നുമ്പോൾ വീട്ടിലേക്ക് വന്നാൽ മതിയെന്നും രവിയേട്ടൻ പറയുക കേട്ടോ. ഞാനായിട്ട് എന്തായാലും തന്നെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു, കൂട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നും. പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ, എന്താ കാര്യമെന്ന് ചോദിച്ചു. ചന്ദ്രൻ, നീ ആ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് രവിയേട്ടൻ പറയുമ്പോൾ അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല അല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക. ആ പൂക്കാരിയുടെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണല്ലേ? അത് കേട്ടപ്പോൾ ചന്ദ്രൻ, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാൻ പറഞ്ഞു. ആ പരാതി പിൻവലിക്കാൻ പറയുമ്പം ഞാനതിന് പരാതി പിൻവലിക്കണം? ചെറിയ തെറ്റ് വല്ലതുമാണോ അവൻ ചെയ്തേ? അവനൊരു ചെറിയ പയ്യനല്ലേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. നീ അതൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. ഈ പ്രായത്തിൽ നമ്മുടെ പിള്ളേർ എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പം അവർ ചെറിയ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു കാണും, അല്ലാതെ ഇതുപോലെ മോഷണം വല്ലതും നടത്തിയോ? ഇല്ലല്ലോ. അത് പറയാൻ രവിയേട്ടനെ നാവ് പൊങ്ങുകയില്ല. ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയല്ല വളർത്തിയതെന്നൊക്കെ പറയുമ്പോൾ ശരത്തിനെ ജയിലിൽ കിടത്തിയിട്ട് നിനക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചു രവിയേട്ടൻ. എന്താ അതുകൊണ്ടുള്ള നിൻ്റെ ലാഭം അത് പറയുമ്പം എൻ്റെ കാശ് മോഷ്ടിച്ചവൻ ജയിലിൽ കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് എന്തെന്നില്ലാത്തൊരു സംതൃപ്തി കിട്ടുമെന്നും സന്തോഷം കിട്ടുമെന്നും ചന്ദ്ര പറയുക. അത് തന്നെയാണ് എൻ്റെ ലാഭമെന്നും പറഞ്ഞു. എത്ര കാലം നിൻ്റെ ഈ സന്തോഷം നിലനിൽക്കുമെന്ന് ചോദിച്ചു രവിയേട്ടൻ. ആയുഷ്കാലം മുഴുവനും നിൻ്റെ സന്തോഷം നിലനിൽക്കുമോ? എന്നാൽ ആ പയ്യൻ ജയിലിൽ കിടന്ന ആയുഷ്കാലം മുഴുവൻ ആ കുടുംബം ദുഃഖിക്കേണ്ടി വരും. അത് നീ മനസ്സിലാക്കാൻ രവിയേട്ടൻ പറയുക. നമ്മളായിട്ട് ആ കുടുംബത്തിന് കഷ്ടപ്പാട് വരുത്തരുത് ചന്ദ്ര എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിലേ എനിക്ക് ഒരു വിഷമവും ഇല്ല. ആ പയ്യൻ തെറ്റ് ചെയ്തു, അവന് ശിക്ഷ കിട്ടണം. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഇപ്പം പിന്നെ എന്ത് പറ്റിയെന്ന് ചന്ദ്രമതി ചോദിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടനൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും നിങ്ങളുടെ മകനും ചേർന്ന് നിങ്ങളുടെ മനസ്സ് മാറ്റിയോ? അതാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശുപാർശയായിട്ട് വരാനുള്ള കാരണം അതാണോ? അന്നേരം ചന്ദ്ര ഒന്നും ആലോചിക്കാതെ മറ്റുള്ളവർ പറയുന്നത് അതേപടി കേൾക്കുന്നവനൊന്നും അല്ല ഞാനെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. എൻ്റെ മനസാക്ഷിക്ക് ചേരുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് രവിയേട്ടൻ പറഞ്ഞു. അത് മറ്റാരെക്കാളും നന്നായി നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. വലിയ മനസാക്ഷിയുള്ള ആളായതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അതിനും രവിയേട്ടനെ കുറ്റപ്പെടുത്തുക. അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ വീട്ടിലെ മനസമാധാനം കെട്ടുപോകത്തില്ലായിരുന്നു എന്നൊക്കെ ചന്ദ്രമതി പറയുക. ഇത് കേട്ടപ്പം രേവതി വന്നോടെയാ നമ്മുടെ വീട് ഒരു വീടായത്, സ്വർഗ്ഗമായതെന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയണു. പിന്നെ സച്ചി ആളാകെ മാറി, അവനെ രേവതി അടിമുടി മാറ്റിയില്ലേ എന്ന് ചോദിച്ചു.
മുൻപേ നമ്മൾ കണ്ടിരുന്ന സച്ചിയാണോ ഇപ്പം നമ്മുടെ മുന്നിലുള്ളതെന്ന് രവിയേട്ടൻ ചോദിക്കുക. നമ്മുടെ വീട്ടിലെ സമാധാനം കെടുത്തിയവളല്ല, വീട്ടിൽ സന്തോഷം കൊണ്ടുവന്നവളാണ് രേവതി എന്ന് ചന്ദ്രമതിയോട് രവിയേട്ടൻ പറയുക. ചന്ദ്രയ്ക്കൊന്നും പ്രശ്നമേ അല്ല. രേവതിയുടെ അനിയൻ അന്നൊരു ദേഷ്യത്തിന് അങ്ങനെ ചെയ്തതാ. താനതൊന്നും ക്ഷമിച്ചു കൊടുക്ക്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ അതിൻ്റെ ഫലം ദൈവം നമുക്ക് തരുമെന്ന് അമ്മ പറയാറുണ്ടെന്ന കാര്യം രവിയേട്ടൻ ഇങ്ങനെ പറയണു. പിന്നെ ശരത്ത് ചെയ്ത തെറ്റിനി അവൻ ഒരിക്കലും ആവർത്തിക്കുകയില്ല. എല്ലാം മറന്ന് നന്നായിട്ട് ജീവിക്കാനുള്ളൊരവസരം നീ അവന് കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് ഇദ്ദേഹം താഴ്മയായിട്ട് സംസാരിക്കുക. അവിടെ നിന്ന് ചന്ദ്രമതി അനങ്ങുന്നില്ല കേട്ടോ. ശരി, ഞാനത് ചെയ്യാം. നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പരാതി പിൻവലിക്കാമെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ നോക്കും. ഒരു കാര്യം എന്താ? ആ പൂ കെട്ടുന്നവൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് ചന്ദ്രമതി പറയണു. അവൾ ആ വീട് വിട്ടു പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കാമെന്ന് ചന്ദ്ര പറയുന്നു. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വന്നവൾക്ക് എൻ്റെ വീട്ടിൽ കഴിയാൻ യോഗ്യതയില്ലെന്ന് പറയുമ്പം ചന്ദ്ര രേവതി പോയ സച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവളാണ് വലുതെങ്കിൽ അവൻ അവളുടെ കൂടെ തന്നെ പോയിക്കോട്ടെ. ഇതൊന്നും ശരിയല്ല ചന്ദ്ര എന്ന് രവിയേട്ടൻ പറഞ്ഞു കേട്ടോ. അവൻ നമ്മുടെ മോനാ, മറ്റു മക്കളെ പോലെ തന്നെയാ നീ അവനെയും പ്രസവിച്ചതെന്ന് പറയുമ്പം കൂടുതലൊന്നും പറയണ്ട. അവർ രണ്ടുപേരും വീട് വിട്ടു പോയാൽ ഞാൻ പരാതി പിൻവലിക്കും, ഇല്ലെങ്കിൽ ഞാൻ പിൻവലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അന്നേരത്തേക്കും ചന്ദ്രേ എന്ന് പറഞ്ഞ രവിയേട്ടനും ചന്ദ്രയുടെ പിന്നാലെ ചെന്നു. അവരെങ്ങോട്ട് പോവാനാ ചന്ദ്രയെന്ന് ചോദിച്ചപ്പോൾ എങ്ങോട്ടെങ്കിലും പോട്ടെ, അവർ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് പ്രശ്നമാണെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയണു. അവരവിടെ നിന്ന് മറ്റു രണ്ട് മരുമക്കളും വീട് വിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. അവർ വലിയ വീട്ടിൽ നിന്ന് വന്നവരാ. ഈ പൂ കെട്ടുന്നവൾ കാരണം എനിക്ക് അവരെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല എന്നും ചന്ദ്രമതി പറഞ്ഞു. അപ്പം ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം. എല്ലാവരെയും നിനക്ക് ഒരുപോലെ കാണാൻ ഒരിക്കലും കഴിയില്ല. നീ രേവതി മോളെ വഴക്ക് പറയാത്ത ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചു. അവളെല്ലാം സഹിച്ചല്ലേടി അവിടെ കഴിയുന്നതെന്നും രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്. രേവതിയോട് പെരുമാറുന്നത് പോലെ നീ മറ്റു രണ്ടുപേരോടും പെരുമാറി നോക്ക്. അടുത്ത നിമിഷം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനൊരു സംശയവും വേണ്ട. അവസാനമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് ചോദിക്കുക, നീ ഈ പരാതി പിൻവലിക്കുകയോ ഇല്ലയോ പറയാൻ പറഞ്ഞു. അപ്പം എൻ്റെ തീരുമാനം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. അവർ രണ്ടുപേരും വീട് വിട്ടിറങ്ങാതെ ഞാൻ പരാതി പിൻവലിക്കില്ല എന്ന് ചന്ദ്രമതി കട്ടായം പറഞ്ഞു. രവിയേട്ടൻ ശരിയെന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയത്ത് ശ്രുതിയും കൂടി ചന്ദ്രയെ കാണാനായിട്ട് വരിക. അപ്പോൾ അച്ഛൻ ചന്ദ്രയെ കാണാൻ വന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. അച്ഛനെന്താ ഇവിടെ എന്ന് ചോദിച്ചു വന്നു. ആൻറ്റിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പം അല്ല, പൂ കെട്ടുന്നവരുടെ അനിയനെതിരെ കൊടുത്ത പരാതിയും അത് പിൻവലിക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ചന്ദ്ര. എന്താ അച്ഛാ ഇത്? അച്ഛനെതിന് ആ പയ്യനെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ശ്രുതി വലിയതായിട്ട് ചോദിക്കുമ്പോൾ വിടറ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ രവിയേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രവിയേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുക. പിന്നെ അമ്മയെന്നായി വിളി. അമ്മ അച്ഛൻ പരാതി പിൻവലിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ എന്താ മറുപടി പറഞ്ഞത്? ഞാനെന്താ മറുപടി പറഞ്ഞത്? അദ്ദേഹത്തിന് പോക്കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒന്ന് ചന്ദ്ര. ഞാനെന്തിനാണ് പരാതി പിൻവലിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അമ്മ ഈ പറഞ്ഞത് കറക്റ്റാണെന്ന് ശ്രുതിയെ അമ്മ ഒരിക്കലും പരാതി പിൻവലിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം ശ്രുതി നിന്ന് ഇങ്ങനെ ചിരിക്കുക. ആ പയ്യനെ വെറുതെ വിടരുതമ്മേ, അവനൊക്കെ പോയി ജയിലിൽ കിടക്കട്ടെ. അപ്പം അത് തന്നെ എൻ്റെ തീരുമാനമെന്ന് ചന്ദ്ര പറഞ്ഞു. എൻ്റെയും എന്ന് ശ്രുതി. അവനെ പോലെ കൊള്ളവനെ വെറുതെ വിട്ടാലേ അവൻ നാളെ വീട്ടിൽ വന്ന് കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി അമ്മയെ കൊന്നിട്ട് അമ്മയുടെ മാലയും വളയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. മിണ്ടായിരിക്കട്ടെ അവിടെ, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ടു. അയ്യോ അമ്മ ഞാൻ പേടിപ്പിച്ചതല്ല, അതൊക്കെയാണ് അമ്മേ വാസ്തവം, അതാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ ആൻറ്റി വീട്ടിലേക്ക് വാ, ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ നിന്ന് പറയണു. അപ്പം ഞാനങ്ങ് വരുന്നില്ല എന്ന് ചന്ദ്ര. അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയില്ലാത്ത ആ വീടല്ല അമ്മ ഒന്ന് മനസ്സിലാക്കുക. അമ്മ ഒന്ന് പരാതി പിൻവലിക്കേണ്ട, ഇപ്പം ഞങ്ങളോടൊപ്പം ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ആ പൂ കെട്ടുന്നവൾ എൻ്റെ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിലേക്ക് വരത്തില്ല എന്നായി ചന്ദ്ര. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ, രണ്ടുപേര് ഒരാളെ അവിടെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുമ്പം അവർ രണ്ടുപേരും കൂടി ആ വീട്ടിൽ അങ്ങനെ ജോളിയായിട്ട് ജീവിക്കുക അമ്മയെന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുക. എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുക. ഞാൻ ആ സച്ചിയുടെ കഴുത്തിന് പിടിച്ചങ്ങ് തള്ളട്ടെ അപ്പോൾ അവൻ്റെ കൂടെ അവളും അങ്ങ് പോയിക്കോളൂ എന്ന് പറയുമ്പം അയ്യോ അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് ചന്ദ്ര. ചെയ്യരുതെന്നോ? അതെന്താ പെട്ടെന്ന് അമ്മയ്ക്ക് അവനോടൊരു സ്നേഹം കൂടിയത്? എടാ നിന്നെ ജീവനോടെ കാണണം എന്നുള്ള കൊതി കൊണ്ട് പറഞ്ഞതാടാ എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അങ്ങനെ ചെയ്താലേ അവൻ നിന്നെ അടിച്ചു കൊല്ലും. അതെനിക്കറിയാവുന്നത് കൊണ്ട് നീ ഒന്നും ചെയ്യാൻ പോവണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ ചെയ്തോളാം. രണ്ടുപേരെയും ആ വാട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റിയ അവസരം ഇത്. അത് ഞാൻ മാക്സിമം പ്രയോജനപ്പെടുത്തും, അതിനൊരു സംശയവും വേണ്ട. അവർ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകും, പുറത്ത് വിടും.
ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യും. നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ആൾ കളിച്ച് നിൽക്കുവാണ്. ശ്രുതിമോൾ അവിടെ സന്തോഷത്തോടെ നിൽക്കുന്നു. അച്ഛൻ വരുന്നതും കാത്ത് അവിടെ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുക, അതായത് സച്ചിയും രേവതിയും. അപ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ വന്നോ, നിങ്ങളിരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് രേവതി പോകുമ്പോൾ, ചേച്ചി എനിക്ക് ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ചേച്ചിയുടെ അനിയനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു, അത് വൺ സൈഡ് മാത്രം കേട്ടിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ സംസാരിച്ചതെന്ന കാര്യം വർഷ പറയുക കേട്ടോ. അന്നേരം വർഷേ, അവൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് രേവതിയും പറഞ്ഞു. അവനങ്ങനെ ചെയ്യാൻ കാരണം ആൻറ്റി അല്ലേ എന്ന് ചോദിച്ചു വർഷയെ. അന്ന് ചേച്ചിയുടെ അനിയൻ വീട്ടിൽ വന്നപ്പോൾ ആൻറ്റിയും ശ്രുതി ചേച്ചിയും സുധിച്ചേട്ടനും ചേർന്ന് അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചു. അതൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നതെന്ന് വർഷ പറയുക. ചേച്ചി, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായതെന്നും വർഷ പറയുവാണ്. അപ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു. എന്താണ് മനസ്സിലായതെന്ന് ചോദിച്ചു. ചേച്ചിയുടെ അനിയൻ ആൻറ്റിയോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശ് മോഷ്ടിച്ചത്, അത്രമാത്രം ആൻറ്റി അവനെ ഹേർട്ട് ചെയ്തിരുന്നു, മാനസികമായിട്ട് തകർന്നവൻ അങ്ങനെ ചെയ്തതാ. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ അമ്മയോട് സംസാരിക്കാനായിട്ട് പോയേക്കാണെന്ന കാര്യം അന്നേരം ഇവരിങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞാലൊന്നും അമ്മ കേൾക്കില്ല എന്ന് ശ്രീകാന്ത് പറയുവാണേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ജീവൻ തന്നെയാണ്. അച്ഛനും തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ്. നിനക്കറിയില്ല അവരുടെ സ്നേഹം. അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് പോയ അച്ഛൻ ദേ കയറി വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ വളരെ പ്രതീക്ഷയോടുകൂടി അച്ഛാന്ന് വിളിച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.